നമസ്കാരം സുഹൃത്തുക്കളെ. ഒന്നാം തീയതിയായിട്ട് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ലണ്ടനിൽ കടന്നു വന്നിരിക്കുന്നത്. അതായത് ജാതിപരമായിട്ടും വർഗപരമായിട്ടും ദയവ് ഇത് നിങ്ങൾ വേർതിരിക്കരുത്. ഇതിലും വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്ന നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ജാതിയോ വർഗമോ ഒന്നുമല്ല, ഇത് ഗോത്ര സ്വഭാവമാണ്. നാട് വിട്ടാലും ഗോത്ര സ്വഭാവം മറക്കില്ല. ഓക്കെ. യു കെയിലെ ഒരു ദന്ത ഡോക്ടർ, മലയാളിയാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചു എന്ന് ന്യൂസ് പറയുന്നു. അവരുടെ ക്ലിനിക്കിലെ ഒരു നേഴ്സിനോട് തുറിച്ചു നോക്കിയതിന് പേരിൽ അവർക്ക് പിഴ വധിച്ചിരിക്കുകയാണ് 30 ലക്ഷം രൂപ. വീണ്ടും 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 ഇതുപോലുള്ള ന്യൂസുകൾ കടന്നു വരണം. കാരണം യഥാർത്ഥ ആളുകളെ കണ്ടെത്തി ശിക്ഷിച്ചാൽ മാത്രമേ ഈ ആളുകൾക്ക്, മലയാളികൾക്കും ഇന്ത്യക്കാർക്കും കിട്ടുന്ന ഇടി കുറഞ്ഞു കിട്ടൂ. ഇടിക്കുള്ള കാരണം എന്തുകൊണ്ടാണ്? ഈ ഗോത്ര സ്വഭാവമാണ്. അതായത് നാട് വിട്ടാലും ഇത് പിന്മാറില്ല. എന്തുകൊണ്ടാണ്? ഇന്ത്യക്കാർക്ക് ഒരു കോമൺ സ്വഭാവമുണ്ട്. നമ്മളൊരാളെ പണിക്ക് വെച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഡോക്ടർ ആയി കഴിഞ്ഞാൽ, ഒരു നേഴ്സ് ആയാലും റിസപ്ഷനിലായാലും ഓരോരുത്തർക്കും ജോബ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ജോബ് റെസ്പോൺസിബിലിറ്റി പ്രൊഫൈൽ ഉണ്ട്. അവർ ആ ജോലി മാത്രം എടുക്കൂ. വിദേശ രാജ്യങ്ങളിൽ, നമ്മുടെ നാട്ടിൽ എങ്ങനെയാ? ഒരാളെ പണിക്ക് വിളിച്ച ഓൾറൗണ്ടർ ആണ്. ഈ പറയുന്ന ആളുകൾക്കൊക്കെ രണ്ടും മൂന്നും ആളുകൾ നാട്ടിൽ വീട്ടിൽ ജോലിക്ക് കാണുമായിരിക്കും, വേലക്കാർ കാണുമായിരിക്കും. ഈ കിളിയെ പോലെയാണ് പണിയെടുപ്പിക്കുന്നത്, അല്ലെ കൂട്ടിലടച്ച് കിളിയെ പോലെ പണിയെടുപ്പിക്കുകയാണ് പലരും. ഓക്കെ. അപ്പോൾ ശമ്പളം ചോദിക്കുമ്പോൾ തുറച്ചു നോക്കുക. പിന്നെ വേറൊരു സ്വഭാവമുണ്ട് ഇന്ത്യക്കാരുടെ, വിദേശത്ത് അറിയോ? ശമ്പളം ചോദിക്കുമ്പോൾ നടത്തിപ്പിക്കുക. 2 വട്ടമെങ്കിലും ഈ ഞാനൊക്കെ എത്രയോ കണ്ടിരിക്കുന്നു. തുച്ഛമായ ശമ്പളത്തിൽ ജോലി എടുക്കുന്ന സ്കൂൾ, ഈ കോളേജ് പിള്ളേരെ 2-3 വട്ടമാണ് പല ഗുജറാത്തിയും പല മാർവാടിയും പല തെലുങ്കും നടത്തിപ്പിക്കുന്നു. ചുമ്മാ നടത്തിപ്പിക്കുക. ഒരു രസമല്ലേ ആ വന്നോട്ടേന്ന്. ശമ്പളത്തിന് വേണ്ടി ആ കൂലി എടുത്ത കാശ് വാങ്ങാൻ വേണ്ടി. അതായത് കുട്ടികളാണ്, പ്രതികരിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് കരുതി ഈ സായിപ്പനോട് എടുത്താൽ ഇത് ഇടം വേറെയാണ് എന്ന് മനസ്സിലാക്കണം. ശക്തമായ തീരുമാനം. ഇതിൽ ഞാൻ പറയാം, എനിക്കിപ്പം ഇതിന്റെ മനസ്സിലാക്കിയ സംഭവം എന്ന് വെച്ചിട്ട്, ഇത് ക്ലിനിക്ക് ഒരു പക്ഷേ യുവതിരെ ആയിരിക്കാം. ഓക്കെ. നാട്ടിൽ നിന്ന് പഠിച്ചു, അവിടെ ചെന്ന് ക്ലിനിക്ക് തുടങ്ങി. ഇതൊരു UK ക്ലിനിക്ക് തുടങ്ങാം ഡോക്ടർക്ക്. മിടുക്കിയാണ് ഡോക്ടറായി. അങ്ങനെ ഒരു നേഴ്സിനെ എടുത്തു. അവിടെ റിസപ്ഷനിൽ എന്തോ കശപിശ, റിസപ്ഷനിസ്റ്റ് വരാണ്ടായപ്പോൾ അവിടുത്തെ നേഴ്സിനോട് പറഞ്ഞു കാണുമായിരിക്കും, ആ പണി കൂടി നീ എടുക്കാൻ. വെള്ളക്കാർ സമ്മതിച്ചൊന്നും വരില്ല. വെള്ളക്കാർ വിസമ്മതിച്ചപ്പോൾ തുറച്ചു നോക്കുക, കണ്ണിരട്ടി കാണിക്കുക. അത് ചിലർക്കുള്ള സ്വഭാവമാണ്, അതൊക്കെ ഉള്ള കഴിവാണ്. അതൊക്കെ നടക്കില്ല. വെള്ളക്കാരടുത്ത് ഈ പരിപാടി നടക്കില്ല. കാരണം അവരുടെ അവകാശങ്ങൾ അവർ ചോദിച്ചു വാങ്ങി നേടിയതാണ്. അവർക്ക് ഈ പറയുന്ന അവകാശങ്ങൾ. മിനിമം വേജ്, പറയുന്ന ജോലി മാത്രം ചെയ്യുക, മറ്റുള്ളവരുടെ ജോലി ചെയ്യാതിരിക്കുക. അതിനുവേണ്ടിയ സാമ്പത്തിക വ്യവസ്ഥകൾ ഉണ്ടാക്കിയിരിക്കുക. ഇതിനെ തകിടം മറയ്ക്കാൻ വേണ്ടി കുറെ ഗോത്രവർഗമായ നമ്മളെ ആളുകൾ പോയ ശേഷം മറ്റുള്ളവർക്ക് ഇടി വാങ്ങിച്ചു വെക്കുന്നു. ഇവർക്കൊന്നും ഇടി കിട്ടാൻ പോകുന്നില്ല. കാരണം ഇവരൊക്കെ കാറിൽ നിന്ന് ഇറങ്ങി ഫ്ലാറ്റിലേക്ക് പോകുന്നു. വഴി കൂടെ നടക്കുന്നൊക്കെ പാവപ്പെട്ട നമ്മളെ പോലെ കുട്ടികളും ചെറിയ ചെറിയ ജോലിക്കാരും. അപ്പൊ വെള്ളക്കാരനാരാ? ഈ സ്കിന്നെല്ലാം ഒരേപോലെയാ. നീ അവനും വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അവൻ അവിടെ ജോലി എടുത്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. അവന് ചിലപ്പോൾ കഴുത്തെ പിടി തള്ളി കാണുമായിരിക്കും ഈ മാർവാടി. അപ്പൊ അവൻ നോക്കുമ്പോൾ 2 അടിച്ചിട്ടിരിക്കുമ്പോൾ ഒരു മലയാളി പോകുന്നു, ഒരു ഇന്ത്യക്കാരൻ പോകുന്നു, അവനെ കുഴിച്ചെടുത്തിരിക്കും. നമ്മുടെ ആളുകൾ വരുന്ന വിനയാണ് ഇത് കാണിച്ചു വെക്കുന്നത്. ആലോചിക്കണം. ഇതും അവസാനിപ്പിച്ചേ പറ്റൂ. ഒരു ദേശത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ സാമൂഹ്യ നീതി മാത്രമല്ല, വ്യവസായം എങ്ങനെ നടത്തണമെന്നും അതോടൊപ്പം തന്നെ അർഹമായ കൂലി കൊടുക്കണം. ഇത് കൂലി കൊടുക്കത്തില്ല. ഞാൻ പറഞ്ഞ വളരെ വ്യക്തമായി. എത്രയോ ഞാൻ ഇന്നലെ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞാണ്. അതായത് $15 മിനിമം വേജ് ഉള്ള ജോലിക്ക് ഒരു കുട്ടിയോട് പറയാണ് $9 തരാൻ നിൽക്കുന്നത്. 50 വയസ്സ് കഴിഞ്ഞ ഗുജറാത്തികളായ നോർത്ത് ഇന്ത്യൻസ് ആയ തള്ളമാരൊക്കെ ചെയ്യുന്ന സ്ഥിരം സംഭവമാണിത്. എവിടെ പോയാലും, അമേരിക്കയിലായാലും ഓസ്ട്രേലിയ ആയാലും ന്യൂസിലാൻഡിലായാലും എല്ലായിടത്തും ഇന്ത്യൻ സ്റ്റുഡൻസ് പണിയെടുക്കുന്ന കാണാം. ഒരെണ്ണത്തിന് മതിയായ ശമ്പളം കൊടുക്കൂല, 4 ആളുടെ പണിയും പണിയിപ്പിക്കും. എന്നിട്ട് ശമ്പളത്തിന് വേണ്ടി 2 വട്ടം നടത്തും. പക്ഷെ വെള്ളക്കാരൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കളി പഠിക്കും. ഇതുപോലെ ന്യൂസുകൾ വീണ്ടും വരണം. ഇത് പാഠമാകണം. ഇത് വെളിച്ചത്ത് വരണം. ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി നമ്മൾ ഒറ്റപ്പെടുത്തണം.